ആർട്ടിസ്റ്റിനെ കിട്ടാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതോ ബാനറിൻ്റെ പ്രശ്നമാണോ, അതോ ബന്ധങ്ങളുടെ പ്രശ്നമാണോ, അതോ നമ്മളുടെ വിശ്വാസം കുറയുന്നതാണോ, എന്താണ് പത്മനാഭന് തോന്നിയിട്ടുള്ളത്? എൻ്റെ കാര്യം പറയാം, അതെനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. അതായത് എൻ്റെ ആദ്യ സിനിമയിലും ആ പടത്തിന് അവാർഡ് ഉണ്ടായിരുന്നു, എൻ്റെ ചെയ്ത സിനിമകൾക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു താരത്തെ വെച്ച് സിനിമ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ മോഹമാണ്. ഇപ്പോൾ ലോഹിതാറിന് മുമ്പിൽ നിവേദ്യത്തിൽ അഭിനയിക്കുകയും ചെയ്ത് നടനാകാനുള്ള ആഗ്രഹമുണ്ടല്ല, സംവിധാന സഹായിയായി ചെന്നപ്പോൾ അദ്ദേഹം എന്നെ നടനാക്കിയതാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് ചെന്നപ്പോൾ ആ പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ട് ഒരു മീറ്റിംഗിൽ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, നീ ചെയ്ത ഒരു അവാർഡ് സിനിമ കൊണ്ട് ഇന്ന താരത്തെ നിനക്ക് ഡേറ്റ് കിട്ടില്ല, നീ പ്രൂവ് ചെയ്ത് കാണിക്കും. ഒരു നടനെ വെച്ച് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടൻ്റെ ഒരു സാമീപ്യം നമുക്ക് വേണം. നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, പുതിയ നടന്മാർക്ക് പലരും ഡേറ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ പുറകിൽ ഒരു ബിഗ് സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷെ അത് കിട്ടാത്ത എന്നെ പോലെ ഒരുപാട് പേര് അവർക്കൊന്നും അവരുടെ അടുത്ത് ആ പ്രഭാവത്തിന്റെ അടുത്തേക്ക് പോലും ചെല്ലാൻ പറ്റില്ല. ഈ ആദ്യ സിനിമ ഉൾപ്പെടെ അത് ഞാൻ ഫേസ് ചെയ്തതാണ്. പത്മനാഭ മലയാളത്തിലെ മമ്മൂട്ടി ചെയ്തിരിക്കുന്നത് പുലിയാണ്, മോഹൻലാൽ ചെയ്തിട്ടുള്ളതും പുലിയാണ്. ഈ സിനിമയിലെ കാട്ടുപന്നിയാണെന്ന് തോന്നുന്നു പ്രതിനായകൻ. എങ്ങനെയുണ്ട്? ഇപ്പം മാഡം ചോദിച്ച പോലെ ഒരു വയലൻസ് ഉണ്ടോ എന്ന് സിനിമയെ ചോദിച്ചില്ല. നമ്മളെപ്പോഴും മനുഷ്യന്റെ വയലൻസ് ആണ് കാണുന്നത്. ഇത് മൃഗത്തിന്റെ ഉള്ളിലെ ഒരു മനുഷ്യന്റെ വയലൻസിനെ കൃത്യമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പം മനുഷ്യന് മാത്രമല്ല പ്രതികാരവും ഒക്കെ പറയുന്നത്, മൃഗത്തിനുമുണ്ട്. നമ്മളെപ്പോഴും മനുഷ്യന്റെ തലത്തിലൂടെ ചിന്തിക്കുമ്പോഴാണ് പല മൃഗങ്ങളും ഈ പറയുന്ന കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന മൃഗങ്ങളൊക്കെ വില്ലന്മാരാകുന്നത്. പക്ഷെ അത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗം. ഈ സിനിമ കൃത്യമായിട്ട് വരച്ചു കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങൾക്കുണ്ട് പ്രതികാര ബുദ്ധി. അത് മനുഷ്യനോടല്ല മൃഗത്തിനോടായാൽ പോലും. അവിടെ ഈ സിനിമ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു. മലയാള സിനിമയിൽ ഒരു നായകസ്ഥാനം അല്ലെങ്കിൽ ഒരു സൂപ്പർ താര പദവി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നായകന്മാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങയുടെ പടത്തിൽ അങ്ങ് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്, അതിലെന്ത് ആണ് എനിക്ക് പറയാനുള്ളത്? സ്വാഭാവികമായിട്ട് ഫസ്റ്റ് പടമല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം സെൻസറിങ് ആയിരുന്നു. ആ സിനിമയിൽ നമ്മൾ പ്രധാന 2 പേരെ നായകന്മാരായിട്ട് ഫിക്സ് ചെയ്തതാണ്. പക്ഷെ അവരൊക്കെ പറയുന്നത് 2 വർഷം 3 വർഷം കഴിഞ്ഞ് ഡേറ്റ് തരാമെന്ന് പറയുമ്പോൾ ആയസിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് 3 വർഷം ആയസ് കടന്നു പോകുന്ന പോലെയാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. ഇപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഒരിക്കൽ സാധാരണ താരങ്ങളായിട്ട് വന്നിട്ട് പിന്നീട് വലിയ താരങ്ങളായി മാറുമ്പോൾ പിന്നെ അവരുടെ ഡേറ്റ് കിട്ടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നെപ്പോലും ഒരുപാട് പേര് അത് ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൂവ് ചെയ്തതായിട്ട് പോലും എനിക്കിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ തെളിവാണ് ഇപ്പൊ ഇന്ന് തന്നെ. ഇപ്പം അമീറിനെ എന്നൊരു നടൻ ഈ കഥാപാത്രം ഏറ്റെടുക്കാൻ തയ്യാറായത് പോലും ഒരു നടന്മാരും ചെയ്യില്ല. കാരണം അവർക്ക് വേണ്ടത് ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ എന്തൊക്കെയാണ് വേണ്ടത് അതല്ല, എന്താ പറയുക, അവർക്ക് വേണ്ട ആഡംബരങ്ങൾ, ക്യാരവൻ, അതൊരു സിനിമയുടെ ടോട്ടാലിറ്റിയിൽ അത് ഒരു സാധാരണ പ്രൊഡ്യൂസറുടെ എന്താ പറയുക കീശിയാണ് കാര്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നടന്മാരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു സാധാരണത്തിൽ നിന്നും അസാധാരണത്തിലേക്ക് വരുമ്പോൾ ആ സിനിമയിൽ അവരുടെ ഇടപെടൽ ഭയങ്കരമാണ്.